ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൂ വീലർ പഠിക്കുമ്പോൾ അത് തുടക്കക്കാർക്ക് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ടൂ വീലർ പഠിക്കുമ്പോൾ ഏത് രീതിയിലൊക്കെ നമുക്ക് ടെൻഷൻ കുറക്കാൻ പറ്റും. അതായത് പഠിക്കുന്ന ആദ്യം നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ സൈക്കിളാണെങ്കിലും നമുക്ക് ഭയങ്കര ടെൻഷനാണ് പഠിക്കാനായിട്ട്. അത് ഒരാൾക്കെന്നല്ല കേട്ടോ, എല്ലാവർക്കും സൈക്കിൾ ബാലൻസ് ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും ഭയങ്കര ടെൻഷനാണ്. അപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ടൂ വീലർ ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പിന്നെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ ചിന്തിക്കുക. ഇഷ്ടപ്പെട്ടവർ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർ ചിന്തിക്കുക. അവർ വണ്ടി ഓടിക്കുന്നുണ്ട്, നാളെ അവരെന്തെങ്കിലും വെച്ചാൽ ഞാൻ ഓടിക്കുന്നുണ്ട് അപ്പം നിനക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് കളിയാക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കണം എന്നുള്ളത് മനസ്സിൽ കൊണ്ടുവെക്കുക. അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആ പേടി തനിയെ മാറും. എന്ന് വെച്ചാൽ മനസ്സിൽ ചിന്ത എങ്ങനെയാണ്, അവർ ഓടിക്കുന്നില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഓടിച്ച് പഠിക്കണം എന്നുള്ളൊരു ഭാവം മനസ്സിനുള്ളിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് പേടി പെട്ടെന്ന് പോകും. പേടി എന്ന് വെച്ചാൽ ടെൻഷൻ പെട്ടെന്ന് കുറയും. കാരണം നമ്മളെ ലക്ഷ്യം പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരും. പിന്നെ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ സൗണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരാദ്യം ചിന്തിക്കുക. ഇഷ്ടപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി നല്ല രീതിയിൽ അവർ ഓടിക്കുന്നുണ്ടല്ലോ, അവൾ ടൗണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ എനിക്കും അതുപോലെ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുക. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഉന്മേഷം കൂടും. അപ്പം പിന്നെ ടെൻഷൻ കുറയും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇഷ്ടമില്ലാത്തവർ ചിന്തിക്കുക. ഇഷ്ടമില്ലാത്തവർ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വണ്ടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കിനും ചില സമയത്ത് കളിയാക്കിയ രീതിയിൽ പോകാറുണ്ട്. ചില ആളുകളെ പറഞ്ഞതാ. അപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരെ ചിന്തിക്കുക, അവരെ ഓടിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എനിക്കെന്താ പോയാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉന്മേഷം പിന്നെയും കൂടും. അപ്പം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കാരണം അറിയോ, നമുക്കൊരു ടാർജറ്റ് ഉണ്ട്. കാരണം നമ്മളെ ടാർജറ്റ് എന്നാ, നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കണം, ടൂ വീലർ പഠിക്കണം എന്നുള്ള ടാർജറ്റാണ് നമുക്ക് മനസ്സിൽ വരുക. അപ്പോൾ ടെൻഷൻ തനിയെ മാറിക്കോളും. നമ്മൾ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിനുള്ളിൽ കയറുന്ന എന്താ പറയുക, അവരെ പോലെ നമ്മളും പോകണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടെൻഷൻ വരുമ്പോൾ എപ്പോഴും റോഡിലൂടെ, അതായത് ടാറിട്ട റോഡിലൂടെ ഓടിക്കാൻ പഠിക്കരുത്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ചാൽ ടാറിട്ട റോഡിൽ ഉണ്ടെങ്കിലും അവിടെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനേ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളെ വീട്ടിൻ്റെ അതായത് മുറ്റം കൂടുതലുണ്ടെങ്കിൽ അവിടെ പഠിക്കുക. വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക, കുറച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് അങ്ങനെ അങ്ങനെ പഠിച്ച് നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു റഫ് റോഡിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ചരലുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അറിയാം, ഒരാൾ ബാക്കിൽ സപ്പോർട്ടിന് നല്ലതാണ്, അവരെ വേണമെങ്കിൽ അവരെ നിർത്തിക്കുക. പക്ഷേ നിങ്ങൾ ഓടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ബാക്കിൽ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് അവിടെ ഒരാളുണ്ട്, എവിടെയെങ്കിലും ഞാൻ വീണ് കഴിഞ്ഞാൽ അവരെ പിടിക്കും എന്നുള്ള വിശ്വാസമാണ്. പക്ഷെ അത് പൊട്ടത്തരാണ് കേട്ടോ. നമ്മൾ വീഴാൻ പോകുന്ന വണ്ടിനെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. നമ്മൾ വീഴാതെ ജസ്റ്റ് ഒന്ന് പിടിക്കാനല്ലാണ്ട് എവിടെയെങ്കിലും വണ്ടി ഒന്ന് ചെരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പിടിച്ച് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ ഇത് പറ്റില്ല കേട്ടോ, ഭയങ്കര റിസ്ക്കാണ്. അതും നല്ല ഒരു വിഷയമുള്ള ആളാണെങ്കിൽ, അല്ല ഒരു എന്താ പറയണ്ടേ, താങ്ങാൻ പറ്റുന്ന ആളാണ്. വണ്ടിയും നിങ്ങളുടെയും താങ്ങാൻ പറ്റും എന്നുള്ളവർക്ക് പറ്റിയെങ്കിലായി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് പഠിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ കുറേ ചിന്തിക്കാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധ മുഴുവൻ ആക്സിലേറ്ററിന് കൊടുക്കുക. പിന്നെ മെല്ലെ കൊടുത്തു നോക്കുക, വണ്ടി എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് ഫസ്റ്റ് മൂവിങ് എങ്ങനെ വരുന്നത് എന്ന് ശ്രദ്ധിച്ച് മൈൻഡിൽ വെക്കുക. അപ്പം അതൊക്കെ വെക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആദ്യം തോന്നും. പക്ഷെ അങ്ങനെ തോന്നുമ്പോഴും നിങ്ങൾ വേറൊരാളെ സഹായം ഇല്ലാതെ കാല് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ, എപ്പോഴും
പേടി തോന്നുന്നവരാണെങ്കിൽ എപ്പോഴും എന്താക്കുക പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കായ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് ബ്രേക്കിൽ പിടിക്കേണ്ട ആവശ്യം വന്നാൽ ബ്രേക്ക് പിടിക്കുക. ആക്സിലേറ്റർ ഇത് കൂടുതൽ വെറുക്കം വരുന്ന സംഭവം എന്നറിയോ, ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കിനും ആക്സിലേറ്റർ നല്ലോണം കൂടി പോകും. കാരണം ഇവിടെ ഒരു കൈ പ്രസ് ചെയ്യുമ്പോൾ ഈ കൈ ആക്സിലേറ്ററിന് നല്ല പ്രസ് ചെയ്ത് നിങ്ങൾ ഓടിക്കും. അപ്പം ഇവിടെ ആക്സിലേറ്റർ കൂട്ടും, ഇവിടെ ബ്രേക്ക് പിടിക്കും. എന്നാലും വണ്ടി ഊന്നൊരു സൗണ്ട് കേട്ടിട്ട് അത് അവിടെ ഇതെന്താ ആ ഒരു രീതിയിൽ നിൽക്കും, വണ്ടി ഉണ്ടാവും. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഓടിക്കുന്നതായിരിക്കും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ അത്രയും പേടി തോന്നുന്നില്ല, ഒരാളെ ഹെൽപ്പിന് കൂട്ടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരോട് ഇതെന്താ പറയുക, ബാക്ക് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി പറയാം. പിന്നെ അല്ലാതെ എങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് പിടിച്ച് ഓടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ബാക്കിൽ ഇരുന്നിട്ട് ഓടിക്കുന്നതിന്. എന്ന് വെച്ചാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാലും നല്ല ഓടിക്കുന്നവരാണെങ്കിലും നിങ്ങൾ വണ്ടി മറിയുന്നു പറയുമ്പം അവർക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ബാക്കിൽ നിന്നിട്ട് അവരെ സേഫാണല്ലോ, വെറുതെ പറഞ്ഞതാ. പക്ഷേ അല്ല, ബാക്കിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിക്കുക. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് ബ്രേക്ക് പിടിക്ക് പറഞ്ഞാലും ഈ ഇരുന്നിട്ടുള്ളവർക്കും ടെൻഷനാണ്, അല്ലാതെ നിങ്ങൾക്കും ടെൻഷനായി. അപ്പോൾ രണ്ടാൾക്കും ടെൻഷനായി, മൊത്തത്തിൽ ആകെപ്പാടെ അലങ്കോലായി. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്, അല്ലാതെ കളിയാക്കിയൊന്നുമല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവരോട് നിൽക്കാൻ പറയാം, ബാക്ക് സൈഡിൽ നിന്നിട്ട് പിടിക്കാൻ പറയാം. പക്ഷെ കുറച്ച് ബാലൻസ് ആയി എന്ന് പറയുമ്പം നിങ്ങൾ ബാക്കിൽ ഇരിക്കാൻ പറയാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്സിലേറ്റർ കൂട്ടിയും കുറയ്ക്കും. അത് കറക്റ്റായ ശേഷം അതായത് നിങ്ങൾ നല്ല രീതിയിൽ കുറേ ദൂരം വരെ ആക്സിലേറ്റർ കൊടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ, കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക, എന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിർത്താം. ഓക്കെ, ബ്രേക്ക് പിടിച്ച് ആക്സിലേറ്റർ കുറച്ച് നിർത്താം. എന്നിട്ട് രണ്ടാമത് ബ്രേക്ക് വിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ട് നിങ്ങൾ വണ്ടി മൂവ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മുന്നോട്ട് നിർത്താം. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് വരുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ വണ്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നേരെ പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവിന് പ്രശ്നം വരും. ഒന്നാമത്തെ വളവിന് പ്രശ്നം വരും, പിന്നെ രണ്ടാമത്തെ നിർത്തുമ്പോൾ പ്രശ്നം വരും, പിന്നെ രണ്ടാമത് സ്റ്റാർട്ടിങ്ങിന് പ്രശ്നം വരും, പിന്നെ അത് കഴിഞ്ഞ് തിരിക്കാനുള്ള പ്രശ്നം വരും. അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിർത്തി പോവുക. കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമാണത്. കുറച്ച് ബുദ്ധിമുട്ടായാലും വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ആവും. ബാലൻസ് പെട്ടെന്ന് കിട്ടും. പ്രാക്ടീസ് അല്ല, ബാലൻസ് പെട്ടെന്ന് കിട്ടും. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ചിലവർക്ക് റോഡിലേക്ക് പോകാൻ വേണ്ടി ടെൻഷനാണ്, റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി ടെൻഷനാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ രാവിലെ സമയം ഇറങ്ങുക. അത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ അത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ചിലവർ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, പുതുതായിട്ട് വരുന്നവർ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ പറയുക, ഞാൻ 400 സംതിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്കൂട്ടീൻ്റെ തന്നെ ഏകദേശം 200 സംതിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും അവർക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. കുറേ പേര് എനിക്കതിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഇതിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ചിലവർ എന്നോട് പറയുന്നു, എന്തിനാ വെറുതെ നീട്ടി വലിച്ച് സംസാരിച്ച് സമയം കളയുന്നത്. പക്ഷെ എപ്പോഴും ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ എപ്പോഴും എടുക്കാറ്. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഫാമിലിയിൽ പുതിയൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് ഓരോ വീഡിയോയിലേക്കും വേറൊരു വീഡിയോയിൻ്റെ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല വേറൊരു സന്തോഷകാര്യം കൂടിയുണ്ട്. നമ്മൾ 100K അതായത് 1,00,000 സബ്സ്ക്രൈബർ ആവാൻ പോവുകയാണ്. നമ്മുടെ ഫാമിലിയിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് 1,00,000 പേര് ആവാൻ പോവുകയാണ്. അപ്പം നോക്കാം, നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ഗീവ് അവേ ഒക്കെ നടത്തണം എന്നുണ്ട്. നോക്കട്ടെ, എനിക്ക് പറ്റുവാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെന്താ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും, പിന്നെ അത് മാത്രമല്ല പുതുതായി കാണുന്നവരാണെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെക്കും ടേക്ക് കെയർ, ബൈ.